ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചി ഡാമിലേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ടുള്ള കാഴ്ചകളും ആ പ്രകൃതിയിലെ ആ ഭംഗിയും എല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചെറിയൊരു വീഡിയോ ആണ്, വലിയ ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പീച്ചി ഡാമിലേക്ക് വന്ന് പാർക്ക് ചെയ്തിട്ട് ബൈക്കിലാണ് പോയത്. ബൈക്ക് പാർക്ക് ചെയ്തു. ബൈക്ക് പാർക്കിന് മേടിച്ചത് 5 രൂപയാണ് കേട്ടോ. ഓവറായിട്ട് ക്യാഷ് ഒന്നുമില്ല. പിന്നെ കയറിയത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് കൗണ്ടറിൽ കയറി ഞങ്ങൾ 2 പേരും ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ നേരെ ഡാമിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഡാമിലെത്തിയപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വഴികളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാപ്പാണ് ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത്. എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഫുള്ള് ഡീറ്റെയിൽ അവിടെ ഉണ്ട്. അത് കാരണം അതിനെക്കുറിച്ചിട്ടൊരു ഡൗട്ടില്ല. പിന്നെ അങ്ങനെ നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരു കൊട്ടവഞ്ചി 2 അവിടെ പോകുന്നുണ്ടായിരുന്നു. അത് നല്ല വെയിലത്താണ്. അത് കാരണം ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടത് ടൈം ഒരു 2 മണി 1:30 ആ സമയത്താണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലായിട്ട് വെയിലത്ത് നിൽക്കാണ്ട് ഞങ്ങൾ പരമാവധി വേഗം തന്നെ തണലുകൾ തേടി നടന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. മൊത്തം നല്ല രസമായിട്ടുള്ള പച്ചപ്പായിട്ട് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് നേരെ വാച്ച് ടവറിൻ്റെ താഴെയായിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അടിപൊളി മരങ്ങളുണ്ട്, നല്ല ഷേപ്പായിട്ടുള്ള തണൽ മരങ്ങൾ. അതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയ ചെറിയ ചെയറുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡിൻ്റെ സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ പോകുന്നത് നമ്മൾ ഈ വാച്ച് ടവറിൻ്റെ ബാക്കിലേക്കാണ്. അപ്പോൾ അവിടെ തന്നെ ഊഞ്ഞാൽ കണ്ടപ്പോൾ അവൾ ഊഞ്ഞാലിൻ്റെ മുകളിൽ കയറി പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആടാൻ തുടങ്ങി. സമയമില്ലാത്ത കാരണം വെയിലായതുകൊണ്ട് ഞങ്ങൾ വേഗം തണൽ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ തണൽ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ ബാക്കിൽ കൂടെ വഴി കൂടെ ഇങ്ങനെ പോവാട്ടോ. അപ്പോൾ നിറയെ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ടുള്ള അടിപൊളി കാഴ്ചയാണ്. ആ വഴി കൂടെ പോയിട്ട് ഇങ്ങനെ നേരെ പോയിട്ട് ഞങ്ങൾ വാച്ച് ടവറിലെത്തി. വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ഒരുമാതിരി 10-50 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് കണ്ടപ്പോൾ കയറാൻ തോന്നണില്ല, എന്നാലും വലിഞ്ഞ് ഞങ്ങൾ മുകളിലേക്ക് കയറി. നല്ല അടിപൊളി വെയിലും നല്ല അടിപൊളി വിഷ്വൽസും. ആ ഡാമിൻ്റെ ചുറ്റുമുള്ളത് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി. കാരണം ചുറ്റുഭാഗം നല്ല അടിപൊളി വിഷ്വൽസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങി താഴേക്ക് തന്നെ പോകാനുള്ള പരിപാടിയിലാണ്. താഴെ പോകുമ്പോൾ നല്ല ബുഷൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പിടിപ്പിച്ച് വെട്ടി ക്ലിയറാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടുള്ള കളികളിലാണ്. ഈ കാണുന്ന കനാലാണ് നമ്മൾ ഡാം തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകണ മെയിൻ കനാൽ കേട്ടോ. കനാലല്ല, ഇച്ചിരി വലിയൊരു പുഴ പോലെ ഉള്ളൊരു സംഭവമാണ്. അത്യാവശ്യം കാണാൻ നല്ല രസമായിട്ടുള്ള വ്യൂ ആണ്. പിന്നെ അങ്ങനെ നമ്മളുടെ ഡാം കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പാണ് കേട്ടോ. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു അന്തമില്ല, അമ്മാതിരി ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും കയറി ഇറങ്ങാനായിട്ട്. എന്തായാലും ഞങ്ങളൊന്നും വീടിൻ്റെ അവിടെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ എവിടെയും നടന്നൊന്നുമില്ല. അന്നത്തെ ദിവസം വീട്ടിൽ പോയപ്പോൾ നല്ല ക്ഷീണം തന്നെയായിരുന്നു, അത്യാവശ്യം നടന്ന് കയറിയ കാരണം. പിന്നെ അതേപോലെ ഇപ്പുറത്തും കൃഷിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ചെറിയൊരു കനാൽ ഇവിടെയും തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫോഴ്സാണ് വെള്ളത്തിന്, അമ്മാതിരി ഫോഴ്സാണ്. നമ്മൾ അടുത്ത് കൂടെ പോകുമ്പോൾ നല്ല വെള്ളം ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ അടിച്ച് കയറണം. അത്രയ്ക്കും ഫോഴ്സെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫോഴ്സാണ്. അതിൻ്റെ അടുത്ത് നിന്നാലാണ് അതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ഇത് അറിയുള്ളൂ. ഇതിലൊക്കെ ജസ്റ്റ് കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നമ്മൾ എത്തേണ്ടടുത്ത് എത്തും. അത്രയ്ക്കും ഫോഴ്സാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്തോളൂ.